അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പിന്നാമ്പുറത്തിരിക്കുന്ന ഫുഡ് കഴിക്കേണ്ട അവസ്ഥ നമുക്ക് ആർക്കും വരേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പറയുന്നത്. ഞാൻ ഈ അടുത്ത് ഒരു വെഡ്ഡിങ് പോയി. പ്രീമിയം വെഡ്ഡിങ് ആയിരുന്നു. എല്ലാവരും സ്വീറ്റ് സെറ്റപ്പൊക്കെ പോയി. DJ നല്ല സെറ്റപ്പ്. ഇവൻറ്റുകാർ വലിയ ഇവൻറ്റാണ്. ഇവൻറ്റുകാർ സെറ്റപ്പ്. പക്ഷേ ഒരു മൂലയ്ക്ക് മലയാളി വെഡ്ഡിങ് ആണ്. ഫുഡ് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഫോട്ടോഗ്രാഫേഴ്സ് വേണമെങ്കിൽ കഴിച്ചാൽ മതി. വീഡിയോഗ്രാഫേഴ്സ് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇവൻറ്റുകാർ വേണമെങ്കിൽ കഴിച്ചാൽ മതി. DJ വേണമെങ്കിൽ കഴിച്ചാൽ മതി. DJൻ്റെ കൂടെ വന്നവൻ വേണമെങ്കിൽ കഴിച്ചാൽ മതി. ആ സെറ്റപ്പിലാണ് ഇവർ ഫുഡ് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഈ പിന്നാമ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രൊഫഷണലായിട്ട് വർക്ക് എടുത്ത് നമ്മൾ ഈ പിന്നാമ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കേണ്ട ഒരേ ആവശ്യമില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ ഇതേപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷ് വെഡ്ഡിങ് എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് വെഡ്ഡിങ് എടുക്കുന്ന സമയത്ത് ചിലപ്പം എക്സ്ട്രാ പൈസ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അവർ നമ്മുടെ ഫുഡ് ഫ്രീ ആയിട്ട് അവർ എടുത്തിട്ടുണ്ടാവും. ഫുഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ സീറ്റ്, നമ്മുടെ പേര്, അവരുടെ മെയിൻ ബോർഡിൽ നമ്മുടെ പേര് എന്ത് സ്റ്റാൻഡേർഡ് ആയിട്ടാണെന്ന് അറിയാം നടക്കുന്നത്. ഇതിപ്പം ബാക്കി മലയാളി പരിപാടി കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സീറ്റിലിരിക്കുക. അത്ര 10, 100, 150, 200 പേര് ആൾക്കാർ സീറ്റ് വെച്ചിട്ട് നമുക്ക് സീറ്റിലിരിക്കുക. നമ്മുടെ പേര് ഇതൊന്നുമില്ല. നമ്മൾ വേണം മൂലയ്ക്ക് നിൽക്കുക, കഴിക്കുക. എന്തിനാ അതിൻ്റെ ആവശ്യം? ഞാൻ വർക്ക് എടുക്കൽ കുറച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവർ പറയണം നമ്മുടെ അടുത്ത് ഫുഡ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പറയാം. ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഫുഡ് തരാൻ പറ്റില്ല. അത്ര ഭയങ്കര മോശം അനുഭവം കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അത് നിങ്ങൾ ഇങ്ങനെ വീട്ടിലൊരു പരിപാടി നടത്തുമ്പോൾ ഇവരൊക്കെ പരിഗണിക്കുക. അത്ര ചെറിയ ആൾക്കാരാണോ വലിയ ആൾക്കാർ എല്ലാവരും ഇതേപോലെ തുല്യമായി പരിഗണിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാവരും അവരുടെ ജോലി മാന്യമായി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവർക്കുള്ള ഫുഡ്, അവർക്കുള്ള സീറ്റ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് മറ്റേ എന്താ അങ്ങനത്തെ അനുഭവം വന്നുകൊണ്ട് പറയുമ്പോൾ കുറച്ച് സ്ട്രെസ്സായി പോകും. കാരണം അത്രയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് തുടങ്ങിയ വെഡ്ഡിങ് പിറ്റേ ദിവസം രാവിലെ 1 മണി ആ സമയത്തൊക്കെ തീരും. ആലോചിച്ച് നോക്കണം. ആ സമയത്ത് ഈ ഫുഡും കൂടി കഴിക്കാൻ പറ്റില്ല. അത് മൂലയ്ക്ക് ഫുഡ് കഴിക്കണം. എല്ലാവരും കഴിഞ്ഞിട്ട് അവിടെ പോയി ബാക്കിയുള്ള ഫുഡ് കഴിക്കും. നമ്മളെന്താ മറ്റേ ഡോഗോ ഈ ലാസ്റ്റ് ഫുഡ് കഴിക്കുക, സൈഡിൽ പോയിരുന്നിട്ട് കഴിക്കുക. ഞാൻ എച്ചിൽ കഴിക്കാന്ന് പറയുള്ളൂ. കാരണം അങ്ങനെ ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പേഴ്സണലി. അപ്പം നിങ്ങളാരെയും വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുവരണമെന്ന് പറയുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.